നമസ്കാരം സർ. നമസ്കാരം. കേറിയോ? കേറി. ഞാൻ അക്ഷരശ്ലോകത്തിന്റെ മെസ്സേജ് ഇട്ടോണ്ടിരിക്കായിരുന്നു, അതുകൊണ്ടാണ് താമസിച്ചത്. നാളെ അല്ല, ഞായറാഴ്ച. ഇല്ലല്ലോ. എന്തോ? നാളെ പതിവ് പോലെ ചെല്ലുന്നോ വൈകിട്ട്? ഇല്ല, 2 റിഹേഴ്സൽ കഴിഞ്ഞല്ലോ. ഞായറാഴ്ച എല്ലാരും കൂടെ. കുഴപ്പമില്ലേ? എന്തോ സാറേ? കുഴപ്പമില്ല. കുഴപ്പമില്ല. മരുന്ന് കഴിച്ചോണ്ടിരിക്കുക. ഇനി 6-ാം തീയതി ഫോളോ അപ്പിന് പോണം. അന്ന് വീണ്ടും ബ്ലഡും എക്സ്റേ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞേക്കുന്നു. നമുക്കൊന്ന് ആരംഭിക്കാം. സഹനാവതു സഹനഭൂതനസ്തു സഹവിദ്യംകരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാധാനമായ എല്ലാ ഭക്തർക്കും നിമിതമായ പ്രണാമം. ഇനി നമുക്ക് 45-ാമത്തെ ശ്ലോകമല്ലേ? 87. ശ്രീശുഖോവാച. ദശമസ്കന്ധം അധ്യായം 87 ശ്ലോകം 45. അധ്യായം 87 ശ്ലോകം 45. ശ്രീശുക ഉവാച ഏവം സ ഋഷിണ അധിഷ്ടം ഗൃഹീത്വാ ശ്രദ്ധയാ ആത്മവാൻ പൂർണ്ണ സുതധരോ രാജൻ ആഹവീരവ്രതോഗ്നി. ഏവം സ, ഇങ്ങനെ, ഋഷിണ ആദിഷ്ടം, ഋഷിയാൽ ആദേശിക്കപ്പെട്ട, നിർദ്ദേശിക്കപ്പെട്ട, പറയപ്പെട്ട ഈ ഉപദേശങ്ങളെ ശ്രദ്ധയാ ഗൃഹീത്വ, ശ്രദ്ധയോടെ സ്വീകരിച്ചിട്ട്, ആത്മവാൻ ഫ, ആത്മാവിനെ അറിഞ്ഞവനായ അവൻ, ആത്മവാൻ ഫ. ഏവം ഋഷിണ ആദിഷ്ടം ശ്രദ്ധയാ ഗൃഹീത്വ ആത്മവൻ ഫ. ഇങ്ങനെ ഋഷിയാൽ പറയപ്പെട്ടത് ശ്രദ്ധയോടെ കേട്ടവനായ, ആത്മാവിനെ അറിഞ്ഞവനായ അവൻ, പൂർണ്ണ ശ്രുതധരോ രാജൻ, പൂർണ്ണനായി, പരിപൂർണനായി. എന്തുകൊണ്ട്? ആത്മാവിനെ അറിഞ്ഞതുകൊണ്ട്. ശ്രുതധര, കേട്ടത് ധരിച്ചവൻ, ശ്രുതമായത് ധരിച്ചവൻ, ശ്രുതധരൻ. ശ്രുതിധരനല്ല, ശ്രുതിയാണ് വേദമാണ്, ഇത് ശ്രുതമാണ്. കേട്ടത് ധരിച്ചവൻ. രാജൻ സംഭവത്തിനെയാണ്. ഹേ രാജാവേ, ആഹ പറഞ്ഞു, വീരവ്രതോ മുനി, വീരവ്രതനായ മുനി. വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും വീരമായ വ്രതം ബ്രഹ്മചര്യമാണ്. ആ ബ്രഹ്മചര്യത്തിൽ വെച്ച് 4 തരത്തിലുള്ള ബ്രഹ്മചര്യത്തിൽ ഉത്കൃഷ്ടമായ ബ്രഹ്മചര്യം നൈഷ്ഠിക ബ്രഹ്മചര്യമാണ്. അതുകൊണ്ട് വീരവ്രതൻ എന്ന വാക്കിന്റെ അർത്ഥം നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന വീരമായ വ്രതം അനുഷ്ഠിച്ചവനായ സമുനി. ആ മുനി, ഹേ രാജൻ, അല്ലയോ രാജാവേ, ആഹ, ഇങ്ങനെ പറഞ്ഞു. നാരായണ മഹർഷി ഇപ്രകാരം ചെയ്ത ആത്മോപദേശത്തെ വളരെ ശ്രദ്ധയോടെയാണ് ധരിച്ചവനായ മഹാനായ നാരദന് അപ്പോൾ തന്നെ ആത്മസാക്ഷാത്കാരം ഉണ്ടായതുകൊണ്ട് ആത്മാനന്ദത്തിൽ പരിപൂർണനായി ഭവിച്ചു എന്നാണ് പറഞ്ഞു വെച്ചത്. അപ്പോഴാണ് ഒരു സംശയം തോന്നിയത്, ഒരു പ്രാവശ്യം കേട്ടാൽ ആത്മസാക്ഷാത്കാരം ഉണ്ടാകുമോ? ഇത് ആർക്കാണ് ഉണ്ടാകുന്നത്? അങ്ങനെ ഇവിടെ ആശങ്കിക്കേണ്ട. കാരണം എന്നും ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും പിൻവലിച്ച് നൈഷ്ഠിക ബ്രഹ്മചാരിയായ ഒരാൾക്ക് കേട്ടാൽ അപ്പൊ തന്നെ അതിന്റെ ഭാരം ധരിക്കാനും അതുകൊണ്ട് അന്ധകരണ ശുദ്ധി ഉണ്ടാവാനും ഇടയാവും. അതുകൊണ്ടാണ് വീരവ്രതൻ എന്ന് പറഞ്ഞത്. കേട്ട അപ്പൊ തന്നെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് പോകണമെങ്കിൽ കേട്ടത് ധരിച്ച് അന്ധകരണം ശുദ്ധമായി
ഇതെല്ലാം നിമിഷങ്ങൾക്കകം നൈഷ്ഠിക ബ്രഹ്മചാരിക്ക് സംഭവിക്കും. അതുകൊണ്ടാണ് അപ്പോൾ തന്നെ ധരിക്കാനുള്ള അന്ധക്കരണ ശുദ്ധി ഉണ്ടായത് കൊണ്ടാണ്. അതുകൊണ്ട് കൃതാർത്ഥരായിട്ട് നാരായണ മഹർഷിയോട് ഇങ്ങനെ പറഞ്ഞു നാരദൻ. ബ്രഹ്മസാക്ഷാത്കാരം ആഗ്രഹിക്കുന്ന ആർക്കും ഈ നൈഷ്ഠിക ബ്രഹ്മചര്യം അല്ലെങ്കിൽ ബ്രഹ്മചര്യമെങ്കിലും അല്ലെങ്കിൽ ഒരു വ്രതമെങ്കിലും അനിവാര്യമാണ് എന്ന് ഈ ഒരു ശ്ലോകം കൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്തും. ഏവം കൃഷ്ണാദിഷ്ടം ഗൃഹീത്വാ ശ്രദ്ധയാത്മവാൻ പൂർണ്ണശ്രുതരോ രാജൻ ആഹ വീരവ്രതോഗ്നി. ഏവം കൃഷ്ണാദിഷ്ടം ഗൃഹീത്വാ ശ്രദ്ധയാത്മവാൻ പൂർണ്ണശ്രുതരോ രാജൻ ആഹ വീരവ്രതോഗ്നി. ശ്രീനാരദ ഉവാച. എന്നിട്ട് നാരദൻ നാരായണ മഹർഷി പറയുകയാണ്, നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായ അമലകീർത്തയേ യോധത്തെ സർവഭൂതാനാം അഭവായോഷധീ കലാഹം. നമസ്തസ്മൈ ഭഗവതേ, ഭഗവാനായ അങ്ങയ്ക്ക് നമസ്കാരം. കൃഷ്ണായ അമലകീർത്തയേ, ആ ശ്രീകൃഷ്ണമൂർത്തിയായ അമലകീർത്തിയായ അങ്ങയ്ക്ക് നമസ്കാരം. യോ ധത്തെ, ആരാണോ ധരിക്കുന്നത്, സർവഭൂതാനാം അഭവായ, എല്ലാ ഭൂതങ്ങളുടെയും അഭവത്തിന്, ഭവത്തെ ഇല്ലാതാക്കൽ, സംസാര ദുഃഖത്തെ ഇല്ലാതാക്കൽ. ഭവം സംസാരം, അഭവം സംസാരത്തെ ഇല്ലാതാക്കൽ. അപ്പം അഭവായ, സംസാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഉഷതീഹി കലാഹ, ഉഷതികളായ കലകളെ കൊണ്ട്, മനോഹരങ്ങളായ കലകൾ, അംശാവതാരങ്ങൾ ആ യാതൊരുവനാണോ ധരിക്കുന്നത്, ആ നിർമ്മലകീർത്തിയായവനും ഐശ്വര്യപരിപൂർണനുമായ ആ കൃഷ്ണസ്വരൂപത്തിനായിക്കൊണ്ട് ഞാനിതാ നമസ്കരിക്കുന്നുവെന്ന് ആനന്ദസ്വരൂപനായിരിക്കുന്ന ആ ശ്രീകൃഷ്ണമൂർത്തിയെ നാരദ മഹർഷി ഒന്ന് നമസ്കരിച്ചു സാരം. നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായ അലകൃത്തയേ യോധത്തെ സർവഭൂതാനാം അഭവായോഷധീ കലാ. നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായ അലകൃത്തയേ യോധത്തെ സർവഭൂതാനാം അഭവായോഷധീ കലാഹ. സർവഭൂതാനാം അഭവായ ഉഷതീഹി കലാഹ. അഭവായോഷ എന്ന ശതി എന്നൊരു വാക്കില്ല. നമ്മൾ ഒന്നിച്ച് വായിച്ചു നമുക്ക് പരിചയമുള്ള വാക്ക് ശതിയായിട്ട് നമ്മൾ ശതി എന്ന് പറയും. അത് അഭവായ ഉഷതീഹി അഭവായോഷതീഹി ഇത്യാദ്യമക്ഷിമാനമ്യാതശിഷ്യാംശമഹാത്മനാം തതോ അഗാധാശ്രമം സാക്ഷാത് പിതുർവൈവായനക്ഷ്യമേ ഇതി ആദ്യം ഋഷി ആനമ്യ. ഇങ്ങനെ ആദ്യ ഋഷിയായ നാരായണ മഹർഷിയെ നമസ്കരിച്ചിട്ട് ഇതി ആദ്യം ഋഷി ആനമ്യ തത് ശിഷ്യാംശ മഹാത്മന, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെയും നമസ്കരിച്ചിട്ട് തതഃ അഗാത്, അവിടെ നിന്ന് പോയി. തതോഗാത് ആശ്രമം സാക്ഷാത്, സാക്ഷാത്തായ ആശ്രമത്തിലേക്ക് പോയി. പിതുഹു ദ്വൈപായനസ്യമേ, ദ്വൈപായനായ വ്യാസന്റെ ആശ്രമത്തിലേക്ക് അഗാത് പോയി. ഇപ്രകാരം ആദ്യ ഋഷിയായ നാരായണ മഹർഷിയെയും അദ്ദേഹത്തിന് കൂടെ വന്ന് ശിഷ്യന്മാരെയും നമസ്കരിച്ചിട്ട് അവിടെ നിന്നും നാരദൻ എന്റെ പിതാവായ വ്യാസന്റെ അടുത്തേക്ക് പോയി. മേ പിതുഹു ദ്വൈപായനസ്യ ആശ്രമം അഗാത്. നാരദ മഹർഷി എന്റെ പിതാവായ, ഈ കഥ പറയുന്ന ആരാണ്? കഥ പറയുന്നത് ശുഗബ്രഹ്മർഷിയാണ്. ശുഗബ്രഹ്മർഷിയുടെ മുത്തശ്ശനാണല്ലോ, പിതാമഹനാണ് വ്യാസൻ, അല്ല പിതാവാണ്. മേ പിതുഹു, എന്റെ പിതാവിന്റെ, ദ്വൈപായനസ്യ പിതുഹു ആശ്രമം അഗാത്. നാരദ മഹർഷി വ്യാസാശ്രമത്തിലേക്ക് പോയി എന്നേ ഉള്ളൂ. പക്ഷെ അവിടെ എന്റെ പിതാവായ വ്യാസാശ്രമത്തിലേക്കെന്ന് പറഞ്ഞപ്പോൾ ആ എന്റെ പിതാവ് എന്നൊരു വിശേഷണം ഇപ്പൊ പെട്ടെന്ന് കൊടുക്കാൻ ഒരു കാരണം ഉണ്ടാവണം. അല്ലെങ്കിൽ വെറുതെ ഇപ്പൊ എന്റെ പിതാവായ
ആശ്രമത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ മതി ഇവിടെ. അപ്പൊ ഇവിടെ എൻ്റെ പിതാവ്, എൻ്റെ സാക്ഷാൽ പിതാവ്, സാക്ഷാത് മേ പിതുഹു, എൻ്റെ സാക്ഷാത്തായ പിതാവാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞതിനൊരു സാരം വ്യാസൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. കാരണം വ്യാസൻ ഒരിക്കൽ അഗ്നി ഉണ്ടാക്കാൻ വേണ്ടി അരണി കളഞ്ഞപ്പോൾ, അതിനെ മഥനം ചെയ്തപ്പോൾ യാദൃച്ഛികമായിട്ട് അതിൽ പതിച്ച തൻ്റെ രേതസിനെയും കൂടി മഥനം ചെയ്തു. അപ്പോൾ അതിൽ നിന്നുമാണ് ശുഗൻ ഉത്ഭവിച്ചത് എന്ന് കഥ പറയുന്നുണ്ട്. അതുകൊണ്ട് ശുഗോൽപത്തിക്ക് വ്യാസൻ മാത്രമാണ് കാരണം, ബാക്കി ആരുമില്ല. യോന്യ അന്തര വ്യവധാനം ഇല്ല എന്നർത്ഥം. മറ്റൊരു യോനിയിൽ പ്രവേശിച്ചിട്ട് അതുകൊണ്ട് മാതൃഗർഭയോനിയുടെ ഒരു ആച്ഛാദനം, ഒരു വ്യവധാനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് സാക്ഷാൽ പിതാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഔരസപുത്രൻ എന്ന് ശുഗന് പേരുണ്ട്. കാരണം തൻ്റെ ബീജത്തിൽ നിന്ന് നേരിട്ടുണ്ടായതാണ്. മാതൃഗർഭത്തിൽ പ്രവേശിച്ച് അവിടെ നിന്ന് അപ്പൊ അന്യഗർഭത്തിലേക്ക് കടന്നിട്ട് ആ ഗർഭത്തെ പൊതിഞ്ഞ ആച്ഛാദനം ചെയ്ത താൻ ജനിച്ചു വന്ന അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ശുഗോൽപത്തിക്ക് കാരണമായ ഒരു സംഗതി കൂടി വെളിപ്പെടുത്താൻ വേണ്ടി തന്നെ ആയിരിക്കില്ലേ മേ പിതുഹു ദ്വൈപായസ്യ, സാക്ഷാത് മേ പിതുഹു ദ്വൈപായസ്യ, സാക്ഷാത്തായ എൻ്റെ പിതാവായ ദ്വൈപായനന്റെ ആശ്രമത്തിലേക്ക് നാരദൻ പോയി. അത്രേ ഉള്ളൂ നമുക്ക് ഇവിടുത്തെ കഥയുടെ വീക്ഷിത. ഇത്യാദ്യമർഷിമാനമ്യാതച്ഛിഷ്യം സമഹാത്മനാം തതോ ഗാദാശ്രമം സാക്ഷാത് പിതുദ്വൈപായനഫ്യമേ. ഇത്യാദ്യമർഷിന അനമ്യതച്ഛിഷ്യം സമഹാത്മനാം തതോ ഗാദാശ്രമം സാക്ഷാത് പിതുദ്വൈപായനഫ്യമേ. സ്വഭാജിതോ ഭഗവതാ കൃതാഫലപരിഗ്രഹം തസ്മൈ തദ്വർണയാമാസ നാരായണമുഖാത് ശ്രുതം. സ്വഭാജിത ഹംസൽ ആദരിക്കപ്പെട്ട, ബഹുമാനിക്കപ്പെട്ട, ആതിഥ്യ സൽക്കാരങ്ങളൊക്കെ ചെയ്ത ഭഗവാനാൽ കൃതാഫന പരിഗ്രഹ, ഒരു പീഠം കൊടുത്തു, അത് സ്വീകരിച്ചിട്ട് തസ്മൈ അവനായിക്കൊണ്ട് തത് വർണ്ണയാമാസ, അത് മുഴുവൻ വർണ്ണിച്ചു കേൾപ്പിച്ചു. നാരായണ മുഖാശ്രുതം, നാരായണ മഹർഷിയുടെ മുഖത്തുനിന്നും കേട്ട ആത്മോപദേശത്തിന് മഹാത്മ്യം എൻ്റെ പിതാവിനോട് നാരദൻ വർണ്ണിച്ചു കേൾപ്പിച്ചു. അത് ഞാൻ കേൾക്കാനിടയായി. അങ്ങനെയാണ് ഇപ്പൊ ഞാനിത് പറയാൻ കാരണമായത്. ഏതൊക്കെ വഴി കൂടിയാണ് എൻ്റെ വരവ്. വാസ്തവത്തിൽ എന്താണ്, നാരദ മഹർഷിയാണ് ഈ ഭാഗവതത്തിന് സാരാംശം മുഴുവൻ വ്യാസന് പറഞ്ഞു കൊടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഇവരുടെയൊക്കെ രംഗപ്രവേശങ്ങൾ കൊണ്ട് ഉപദേശങ്ങളെ ഒന്നുകൂടി ബലപ്പെടുത്താൻ വ്യാസൻ നേരിട്ട് പറഞ്ഞല്ല, നാരായണ മഹർഷിയിൽ നിന്നും നാരദൻ കേട്ടു, നാരദൻ കേട്ടത് വ്യാസനോട് വന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്കുണ്ടായിരുന്നുകൊണ്ട് ഞാൻ കേട്ടത് കൊണ്ട് ഞാനിതാ നിങ്ങളോട് പറയുന്നു. ഇതാണ് ശ്രുതിഗീതയുടെ സാരം. എത്ര കൈമാറിയാണ് വ്യാസനിലെത്തി എന്നിട്ട് പരമ്പരകളിലോട്ട് അത് നൽകുന്നത്. കൃത്യമായിട്ട് ചേർക്കാൻ വേണ്ടി അതിന്റെ ഉപസംഹാരത്തിൽ പൂർണ്ണമാക്കിയാണ് പോകുന്നത്. എന്ത് കഥ വ്യാസന് നേരിട്ട് പറയാവുന്നതല്ലേ ഉള്ളൂ. അതെ, അപ്പൊ ഇത് എന്താ, താൻ ഒറ്റയ്ക്ക് പറഞ്ഞോ താൻ കേട്ടതോ അറിഞ്ഞതോ മാത്രമല്ല, പല ഋഷിമാരാൽ സംഭാവന ചെയ്തതിനെ താൻ ക്രോഡീകരിച്ചിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതാ നമ്മുടെ ഋഷി പരമ്പരയുടെ ആ എന്താ പറയുക മഹാത്മ്യം. അവര് ഇങ്ങനെ ഋഷി പരമ്പരകളാൽ ആർജിതമായിട്ടുള്ള ഈ അറിവാണ് എന്നുള്ളത് വ്യക്തമാക്കാൻ. അതാണ് നമുക്ക് തരുന്നത്. ഇവരാരും അവരുടെ സ്വന്തം അഭിപ്രായത്തിൽ കണ്ടുപിടിച്ചെടുത്തതല്ല. ഇത് പരമ്പരയായിട്ട് ആദ്യം മുതൽ പ്രപഞ്ചത്തിലുള്ള ജ്ഞാനമാണ്. ഈ വൈദിക വിജ്ഞാനം അങ്ങനെ കിട്ടിയത് മറ്റൊരാൾ കൊടുത്തു, അങ്ങനെ വന്നതാണ്. അതുകൊണ്ട് നാരായണ മഹർഷിയിൽ നിന്ന് ഇപ്പൊ നാരദന് കിട്ടിയതായിട്ട് പറഞ്ഞു. നാരദൻ വ്യാസന് കൊടുത്തു എന്ന് പറഞ്ഞു. ആ വ്യാസനാണ് ഇപ്പോൾ തന്റെ പുത്രനെ ഔരസപുത്രനായ ശുഗന് കൊടുത്തത്. ശുഗനാണ് ഇപ്പം ഇവിടെ പരീക്ഷിതെന്ന് പറയുന്നത്. ഇങ്ങനെ ഇത് നമ്മളോട് പറയുന്നത് ഭൂതൻ ശൗനകാദികളോട് കഥ പറയുമ്പോൾ പറഞ്ഞ കാര്യമാണ്. അങ്ങനെ നമ്മൾ കേൾക്കുന്നു. എത്ര ഏജന്റ് കിട്ടിയാണ് അവർ.
അങ്ങനെയാണ് ഈ കഥ ഉറപ്പിക്കുന്നത്. അപ്പൊ ആ പരമ്പരയിൽ ഇരുന്നുകൊണ്ട് സാറ് ഞങ്ങളോട് ഇത് പറയുന്നു. അത്രയുള്ള ഞാനും അതിന്റെ ഒരു ഭാഗം തന്നെ. സ്വഭാജിതോ ഭഗവതാ കൃതാഫന പരിഗ്രഹ തസ്മൈ തദ്വർണയാമാഫ നാരായണ മുഖശ്രുതം. സ്വഭാജിതോ ഭഗവതാ കൃതാഫന പരിഗ്രഹം തസ്മൈ തദ്വർണയാമാഫ നാരായണ മുഖശ്രുതം. സ്വഭാജിതോ ഭഗവതാ കൃതാഫന പരിഗ്രഹ തസ്മൈ തദ്വർണയാമാഫ നാരായണ മുഖശ്രുതം. ഇത്യേതദ്വർണിതം രാജൻ എന്ന പ്രശ്നകൃതസ്ത്വയാം യഥാ ബ്രഹ്മണ്യനിർദ്ദേശീ ഗുണേപി മനശ്ചരേത്. ഇതി ഏതത് വർണ്ണിതം രാജൻ, ഹേ രാജാവേ, ഇങ്ങനെ ഏതത് വർണ്ണിതം യത് പ്രശ്നഃ ത്വയാ കൃതഃ, അങ്ങയാൽ ചെയ്യപ്പെട്ട യാതൊരു ചോദ്യമാണോ ഉള്ളത്. യഥാ, എന്താണ് ചോദ്യം? ബ്രഹ്മണി അനിർദ്ദേശി നിർഗുണിയേപി മനശ്ചരേത്. യഥാ അനിർദ്ദേശിയ ബ്രഹ്മണി, നിർദ്ദേശിക്കാൻ പറ്റാത്ത ബ്രഹ്മത്തില്, നിർഗുണേപി നിർഗുണവും അനിർദ്ദേശിയവുമായ ബ്രഹ്മത്തിൽ എങ്ങനെയാണ് മനസ്സ് സഞ്ചരിച്ചു പോകുന്നത് എന്ന പരീക്ഷത്തിന്റെ ചോദ്യത്തിന്റെ മറുപടിയായിട്ടാണ് ശ്രുതിഗീത പറഞ്ഞത്. ശ്രുതിഗീതയുടെ ആദ്യത്തെ ചോദ്യം അതായിരുന്നു. അതുകൊണ്ട് അതിന്റെ മറുപടിയായിട്ട് അങ്ങ് പറഞ്ഞത് നന്നായിട്ട് അങ്ങ് വേണ്ട. ഇത് ഏതത് വർണ്ണിതം, ഇങ്ങനെയാണ് ഇത് വർണ്ണിക്കപ്പെട്ടത്. ഇന്നതാണ് നിർദ്ദേശിക്കാൻ പറ്റാത്തത്. ത്രിഗുണങ്ങൾക്ക് അപ്പുറത്തുമായ ബ്രഹ്മത്തെയാണ് ശ്രുതികളെ എങ്ങനെ ബോധ്യപ്പെടുത്താൻ പറ്റും എന്ന് ഞങ്ങളോട് ചെയ്ത ചോദ്യത്തിന്റെ ഉത്തരം ഞങ്ങൾ അങ്ങയോട് ഇങ്ങനെ ഇപ്രകാരം. ഇത് ഏതത് വർണ്ണിതം രാജൻ, ഹേ രാജാവി, ഞങ്ങൾ വർണ്ണിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ബ്രഹ്മത്തിൽ മനസ്സിന് പ്രവേശമുണ്ടാകുന്ന മാർഗം ശ്രുതികൾ ബോധിപ്പിച്ചു ഇത്രയും സമയം കൊണ്ട്. എങ്ങനെയാണ് ശ്രുതികൾക്ക് ബ്രഹ്മത്തിലേക്ക് പ്രവേശിക്കാൻ അവസരം ഉണ്ടാകുന്നത് എന്ന് ഈ ശ്രുതിഗീതയിൽ കൂടി, ശ്രുതികളുടെ സ്തുതിയിൽ കൂടി അങ്ങ് ഞങ്ങളെ ധരിപ്പിച്ചുകൊണ്ടോ ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നത്. ഇത്യേതത് വർണ്ണിതം രാജൻ എന്ന പ്രശ്നകൃതസ്ത്വയാം യഥാ ബ്രഹ്മണ്യനിർദ്ദേശേ ഗുണേപി മനശ്ചരേത്. ഇത്യേതദ് വർണ്ണിതം, ഇതി ഏതത് വർണ്ണിതം. ദ്വ എന്ന് പറയുന്ന പദം പിടിച്ചിട്ട് ഇത്യേതത് വർണ്ണിതം, വ ഒന്ന് ശക്തമായിട്ട് കേൾക്കണം. രാജൻ എന്ന പ്രശ്ന യത് നഹ എന്ന പ്രശ്നകൃതസ്ത്വയാം യഥാ ബ്രഹ്മണ്യ നിർദ്ദേശേ. ബ്രഹ്മണ്യ നിർദ്ദേശി എന്ന് നമ്മൾ ചിലപ്പോൾ വായിച്ചു പോകാം. അതുണ്ടാവാതിരിക്കാനാണ് ബ്രഹ്മണ്യ അനിർദ്ദേശി നിർഗുണേപി മനശ്ചരേത്. ഇത്യേതദ്വർണ്ണിതം രാജൻ എന്ന പ്രശ്നകൃതസ്ത്വയാം യഥാ ബ്രഹ്മണ്യ നിർദ്ദേശി നിർഗുണേപി മനശ്ചരേത്. യോ പ്രേക്ഷക ആദിമധ്യനിധനേയോ വ്യക്തജീവേശ്വരോ അഹൃഷ്വേദമനുപ്രവിശ്യ കൃഷ്ണാചക്രേ പുരശാസ്തിതാഃ യം സമ്പദ്യ ജഹാത്യജാമനുഷൈ സുപ്തകുലായം യഥാം തം കൈവല്യനിരക്തയോനിമഭയം ധ്യായേദം ഹരിം. ഈ ഒരു ശ്രുതിഗീതയുടെ സാരാംശത്തെ ഒറ്റ ശ്ലോകത്തിൽ ഒതുക്കിയിട്ട് ഹരിയെ നമസ്കരിച്ചുകൊണ്ട് ഈ അധ്യായമോടെ ഉപസംഹരിക്കാം. അപ്പൊ ശ്രുതിഗീതയുടെ സാരാംശം മുഴുവൻ ഒരു ശ്ലോകത്തിനകത്ത് ഒതുക്കി വെക്കാൻ അവസാനം ഋഷി ശ്രമിച്ചിരുന്നു എന്നർത്ഥം. യോ അഫ്യ ഉത്പ്രേക്ഷക, അഫ്യ ഇതിന്റെ, ഉത്പ്രേക്ഷക ഉത്പ്രേക്ഷകൻ ആലോചിക്കുന്നവൻ, ചിന്തിക്കുന്നവൻ, സങ്കല്പിക്കുന്നവൻ എന്നൊക്കെ പറയാം. ഉൾപ്രേക്ഷകനെയാണ്, സംഭാവനയാണ്, സങ്കല്പിക്കുകയാണ്, ഊഹിക്കുകയാണ്, ചിന്തിക്കുകയാണ്. അത് ആരാണോ യഹ
അഫ്യ ഉത്പ്രേക്ഷക, ആരാണോ ഇതിന്റെ ഉത്പ്രേക്ഷകനായിട്ട് ചിന്തകനായിട്ട് ഇരിക്കുന്നത്, ആദി മധ്യ നിധനെ, ആദിയും മധ്യവും നിധനങ്ങളുമുള്ള ഈ പ്രപഞ്ചത്തിന് സൃഷ്ടിയുണ്ട്, സ്ഥിതിയുണ്ട്, സംഹാരമുണ്ട്. ആദിമധ്യ നിധനങ്ങളുള്ള ഈ പ്രപഞ്ചത്തിന്റെ ഉത്പ്രേക്ഷകനായിട്ട് ആരാണോ ഇരിക്കുന്നത്, യോ അവ്യക്ത ജീവേശ്വര, അവ്യക്തത്തിന്റെയും ജീവേശ്വരന്മാരുടെയും നിയന്താവാണ്. യാതൊരുവനാണോ അവ്യക്തത്തിന്റെയും, അവ്യക്തം എന്ന് പറയുന്ന പ്രകൃതിയാണ്, ജീവേശ്വരൻ പുരുഷനാണ്. അവ്യക്ത ജീവേശ്വരോ, പ്രകൃതിയുടെയും പുരുഷന്റെയും ഈശ്വരനായി പ്രകൃതി പുരുഷന്മാരുടെ നിയന്താവായിട്ട് ആരാണോ ഇരിക്കുന്നത്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായി, അതേപോലെ അവ്യക്ത ജീവീശ്വരന്മാരായി യഹ സൃഷ്ടുവ ഇതം അനുപ്രവിശ്യ, ആരാണോ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിൽ പ്രവേശിച്ച് ഋഷിണാ ചക്രേ പുനഃശാസ്തിതാഹ, അതിൽ പ്രവേശിച്ചിട്ട് ഋഷിയാൽ, ചക്രേ എന്ന് പറഞ്ഞാൽ ചെയ്തു എന്നർത്ഥം, ചക്രേ ചക്രാതേ ചക്രേ ക്രിയാപദമാണ്. പുനഃശാസ്തിതാഹ, പുരഹ എന്ന് വെച്ചാൽ പുരങ്ങളെ എന്ന്, പുരഹ ചക്രേ, പുരങ്ങളെ സൃഷ്ടിച്ചിട്ട് താഹ ശാസ്തി, അവകളെ, ഋഷി എന്ന് പറഞ്ഞാൽ അന്തര്യാമിയായിട്ട് അകത്തുകൂടി സഞ്ചരിച്ചു പോകുന്ന ചൈതന്യത്തിനാണ് ഇവിടെ ഋഷി എന്ന് വിളിക്കുന്നത്. നമ്മൾ പുറമേ കാണുന്ന ഋഷിയല്ല. അവ്യക്ത ജീവീശ്വരനായിട്ട് ആദിമധ്യനിധനത്തിന് ഉത്പ്രേക്ഷകനായിട്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിൽ പ്രവേശിച്ച് അതിൻ്റെ ഋഷിയായി അന്തഃശരണായി സഞ്ചരിച്ചിട്ട് പുരങ്ങളെയൊക്കെ ചെയ്തിട്ട് ആ പുരങ്ങളെയൊക്കെ വേണ്ടതുപോലെ അനുശാസിച്ച് നിലനിർത്തുന്നവനായിരിക്കുന്നവൻ ആരാണോ, താഹ അവകളെ, ആ പുരങ്ങളെ ശാസിക്കുന്നവൻ. ശബ്ദത്തിന് ഇങ്ങനെ ഒരർത്ഥമുണ്ടോ സാറേ? അതെ തന്നെ, ഗതവു എന്നാണ് ധാതുവിന്റെ അർത്ഥം. ഗമനശീലമുള്ളത്, അന്തര്യാമിയായിട്ട് ഗമിക്കുന്നതും ആരാകും? ഋഷിയാകാമല്ലോ. ഋഷിമാരും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പോ ബാഹ്യമായി സഞ്ചരിക്കൽ മാത്രമല്ല, അഭ്യന്തരമായി സഞ്ചരിക്കലും ഋഷി തന്നെയാണ്. അപ്പൊ ആ ധാത്വർത്ഥത്തിൽ നിന്നുമാണ് ഈ ഉള്ളിൽ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ഉള്ളിൽ വ്യാപാരം ചെയ്യുന്ന എന്നുള്ള അർത്ഥത്തിൽ അല്ലേ? ഗമനാർത്ഥകമാണ് ധാതുനാർത്ഥത്തിൽ. അപ്പൊ അത് ബാഹ്യമായി സഞ്ചരിക്കുന്നവനുമാകും, ആഭ്യന്തരമായി സഞ്ചരിക്കുന്നവനുമാകും. ഇവിടെ അങ്ങനെ ആഭ്യന്തരമായി സഞ്ചരിക്കുന്ന ചൈതന്യത്തെയാണ് ഋഷി എന്ന് വിളിച്ചത്, ഈശ്വര ചൈതന്യത്തെ. അത് വാസ്തവ വ്യാസന്റെ ഒരു മനോഹരമായ കണ്ടുപിടുത്തങ്ങളാണ്. നേരത്തെ ശ്രുതിഗീതയിലെ കാര്യം പറഞ്ഞ പോലെ ഇവിടെയും ഇങ്ങനെ വളരെ സാങ്കേതികമായിട്ട് ഈ സാധാരണ നമുക്ക് പരിചയമുള്ള പദത്തെ ഉപയോഗിച്ച് മറ്റൊരു തലത്തിലേക്ക് പോകാം. കാരണം ഇത് ശ്രുതിഗീതയുടെ സംഗ്രഹമാണ് ഈ ശ്ലോകം. അപ്പൊ പിന്നെ ആ വഴിക്കല്ലേ പോകാനും പറ്റുള്ളൂ. യം സമ്പദ്യ, യാതൊരുവനായി ഭവിച്ചിട്ട്, സമ്പദ്യ പ്രാപിച്ചിട്ട് ഭവിച്ചിട്ട്, ജഹാതി അജാം അനുഷയി, ജഹാതി ഉപേക്ഷിക്കുന്നു, അജാം മായയെ, അനുഷയി, അനുഷയിച്ച ജീവൻ എന്നർത്ഥം. ജഹാതി അജാം അനുഷയി സുപ്തക്കുലായം യഥ, ഉറങ്ങുന്നവൻ ശരീരത്തെ എന്ന പോലെ, കുലായം എന്ന് വെച്ചാൽ ശരീരം, സുപ്ത ഉറങ്ങുന്നവൻ, ഉറങ്ങുന്നവൻ ശരീരം എന്ന പോലെ
ഈ മായയെ ഉപേക്ഷിക്കുന്നു. ഉറങ്ങുന്നവൻ, സ്വപ്നം കാണുന്നവൻ ഈ ശരീരത്തെ ഉപേക്ഷിച്ചിട്ടാണ് മറ്റു പല വഴിയിൽ കൂടി സഞ്ചരിച്ച് എന്തൊക്കെയോ കണ്ട് അനുഭവിച്ചു വരുന്നത്. ഇതുപോലെയാണ് മായ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് സുപ്ത കുലായം യഥാ, കുലായം എന്ന വാക്കിന് ശരീരം എന്നാണ്. തം കൈവല്യ നിരസ്തയോനിം അഭയം, അങ്ങനെയുള്ള കൈവല്യത്താൽ നിരസിക്കപ്പെട്ട യോനിയോട് കൂടിയവനും അഭയം, ഭയം ഇല്ലാത്തവനുമായ തം ഹരിം, ആ ഹരിയെ അജസ്രം ധ്യായേ, എല്ലായ്പ്പോഴും ധ്യാനിക്കേണ്ടതാണ് എന്ന് ശ്രുതിഗീതയിൽ പറയപ്പെട്ട ഹരിയെ എന്തുകൊണ്ട് ധ്യാനിക്കുന്നു എന്ന് 3-4 ഉദാഹരണങ്ങൾ കൂടി. ഒന്ന്, ആദിമധ്യ നിധനനായി ഈ പ്രപഞ്ചത്തെ ഉൽപ്രേക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ ആരോ, അതാണ് ശ്രീഹരി. ജീവീശ്വരന്മാരെ ഇവിടെ നിയമിപ്പിച്ചത് ആരാണോ അതാണ് ശ്രീഹരി. ആരാണോ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിൽ പ്രവേശിച്ച് ഓരോ പുരങ്ങളെയും ഉണ്ടാക്കി ആ പുരങ്ങളെ അനുശാസിച്ച് നിരന്തരം കൊണ്ടു നടക്കുന്നത് ആരാണോ ആ ശ്രീഹരി. ആരാണോ ജീവാത്മാവായി എല്ലാ ശരീരത്തിലും ശയിച്ചുകൊണ്ട് ഉറങ്ങുന്നവൻ ശരീരത്തെ കളയുന്നത് പോലെ, തൽക്കാലം ഉപേക്ഷിക്കുന്നത് പോലെ മായയെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈശ്വരൻ ഓരോ ജീവജാലങ്ങളെയും ഉള്ളിൽ പ്രവേശിക്കുന്നത്. അങ്ങനെ കൈവല്യ നിരസ്ത യോനി, കേവലനായി താൻ യോനിയെ ഉപേക്ഷിച്ചവനാണ്. ഒരു യോനിയിലും താൻ ജനിച്ചവനല്ല, കേവലനാണ്. കൈവല്യം എന്ന വാക്കിന്റെ അർത്ഥം കേവലൻ എന്നാണ്. അങ്ങനെയുള്ള ഹരിയെ അജസ്രം ധ്യായേ, എല്ലായ്പ്പോഴും ഞാനിതാ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞാണ് വ്യാസൻ ഇത് ഉപസംഹരിക്കുന്നത്. അപ്പൊ വാസ്തവത്തിൽ ശ്രുതിഗീതയുടെ ഒരു സാരാംശത്തെ മുഴുവൻ ഇതിനകത്ത് കാച്ചിക്കുറുക്കി നമ്മുടെ മുമ്പിൽ എത്തിച്ചു. ഇത്രയും നാളെ നമ്മൾ മെനക്കെട്ട് പഠിച്ചതൊക്കെ ഈ 3 ആശയങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. മായയെ ഉപേക്ഷിക്കുന്നത് ഉറക്കത്തിൽ ശരീരത്തെ ഉപേക്ഷിക്കുന്ന പോലെ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരൂ. അപ്പൊ പ്രക്രിയ ഇങ്ങനെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അനുസ്യൂതം ഇങ്ങനെ നടന്നു കാണുന്ന പോലെ ഇതിനെ അനുഭവിക്കുക, കൊണ്ടുനടക്കുക, കളയുക, ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ശരീരം ഉപേക്ഷിക്കുന്നത് വരെയും. എന്താ പറയുക, സുന്ദരമായ രൂപമാണ്. സുന്ദരമായ ഉപമ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, നമ്മുടെ എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ ഉപമയായിട്ട് അതിനെ ഉപമയായിട്ട് മാറ്റിയെടുത്തു. അതൊരു അത്ഭുതകരമായ സ്ഥിതി. അതാണ് ഈ ശ്ലോകം ഏറ്റവും സുന്ദരകരമായ ശ്ലോകമാക്കിയാണ് അവസാനം ഇതിനെ ഉപസംഹരിച്ചിരിക്കുന്നത്. ഇതിനേക്കാൾ വേറെ ഏത് രൂപത്തിലാ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുക? അതെ. കാരണം ഇത്രയും കടുകട്ടിയായിട്ടുള്ള ഒരു വലിയ ഫിലോസഫിയെ ഒരാൾക്കും പറ്റില്ല. ഇതൊരു വലിയ കാഴ്ചപ്പാട്. ഇത്രേ ഉള്ളൂ. ഈ സുപ്തകുലായം യഥാ. അപ്പൊ ഇവിടെ ഒരു എന്താണ്, ഈ എന്തിനാണ് ഇങ്ങനെ അവതരിച്ച് ഓരോരോ ജീവാത്മാക്കളിലും പ്രവേശിച്ച് ഇത്ര കഷ്ടപ്പാട് എന്തിനാണ് ഈശ്വരൻ സഹിച്ചത്, എന്താ കഷ്ടപ്പെടാൻ പുറപ്പെട്ടത്, ഇതിന്റെ ഉദ്ദേശ്യം എന്താണ് എന്ന് വേണമെങ്കിൽ ഒന്ന് ചിന്തിക്കാം. കാരണം ജന്മമെടുത്തു വന്ന ജീവന്മാർക്ക് പുരുഷാർത്ഥങ്ങൾ സാധിച്ചു കൊടുക്കൽ എന്നുള്ളത് തൻ്റെ ഒരു കടമയാണ്, തൻ്റെ ലക്ഷ്യമാണ്. അങ്ങനെ പുരുഷാർത്ഥത്തെ സാധിക്കണമെങ്കിൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ എടുത്തേ പറ്റുള്ളൂ. അല്ല എങ്ങനെയാ പറ്റുന്നത്? ഈ ജീവന്മാർക്ക് കൈവല്യത്തെ കൊടുക്കണമെങ്കിൽ ഇവിടെ തന്നെ അവരെ എന്ത് ചെയ്യണം, ജനിച്ച് അനുഭവിച്ച് അതിൽ നിന്ന് മാറ്റി വെക്കണം. കാരണം ഭഗവാന് തോന്നിയ ഒരു ലീല കൊണ്ടാണല്ലോ ഈ സൃഷ്ടി. അതെ. ആ സൃഷ്ടി
ഭഗവാൻ ലീല വിചാരിച്ച് നമുക്ക് വേണ്ടിയാണെന്നാ പറഞ്ഞത്. നമുക്ക് വേണ്ടി. ആ അപ്പോ അതിന് പരമമായിട്ടുള്ള ആ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലേക്ക്. എത്തിക്കേണ്ടതും ഭഗവാന്റെ ഒരു കടമയാണ്. അതെ അതെ. അപ്പോ അതിനൊരു യാതൊരു കാരണം കണ്ടുപിടിച്ചോ അല്ലെങ്കിൽ യാതൊരു, അതായത് നമ്മുടെ ദർശനങ്ങളിൽ ഇതിനെ അടിസ്ഥാനമായിട്ട്, അതായത് ഭഗവാന്റെ ഒരു ലീല ഈ സൃഷ്ടി. അത്ര അപ്പോൾ ആ ലീലയിൽ കൂടി സംഭൂതമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിലെ ജീവന്മാർക്ക് പരമമായിട്ടുള്ള മോക്ഷം കൊടുക്കാനുള്ള വഴിയും ഭഗവാൻ തന്നേ പറ്റത്തുള്ളൂ. അത് അങ്ങ് തന്നേ പറ്റുള്ളൂ. അത് തന്റെ ഒരു ബാധ്യതയായിട്ട് മാറി. അതുകൊണ്ടാണ് താൻ ഈ സൃഷ്ടി സംഹാരങ്ങൾ ലീലയായി തോന്നിക്കത്തക്ക വേണ്ടി ചെയ്യുന്നത്. അതിന് ഉത്തരവുമായി ഇല്ലേ? എന്തിനാണ് ഈശ്വര ഇങ്ങനെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കാറില്ല. അതിന്റെ മറുപടി കൂടിയാണ്. അല്ല, കാരണം ഭഗവാൻ അങ്ങനെ ഒരു ലീല തോന്നി, സൃഷ്ടി നടന്നു. ആ സൃഷ്ടി പ്രക്രിയ കഴിഞ്ഞു കഴിയുമ്പോൾ ആ സൃഷ്ടിക്കപ്പെട്ട ജീവന്മാർക്ക് പരമമായിട്ട് ആ പരമമായിട്ടുള്ള സ്ഥലത്തോട്ട് തിരിച്ചു പോകാനുള്ള വഴിയും വേണ്ടേ? അങ്ങനെ താൻ അന്തര്യാമയായിട്ട് കൂടെ നിൽക്കണ്ടേ? കൂടെ നിൽക്കണ്ടേ? അല്ലെ എങ്ങനെ പോകാൻ പറ്റും? അതിനുവേണ്ടിയാണ്. അതുകൊണ്ടാണ് താൻ സൃഷ്ടിയിലും താനുണ്ട്, സ്ഥിതിയിലും താനുണ്ട്, സംഹാരത്തിലും താനുണ്ട്. എന്നാൽ ഇതിലൊന്നിലും ഇല്ലാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്. മൂന്നിനും ഒരുപോലെ. ആ ഒറ്റ ശ്ലോകത്തിൽ കംപ്ലീറ്റ് ശ്രുതിഗീതയുടെ എന്ന് തന്നെയല്ല, നമ്മുടെ വേദാന്തത്തിന്റെ ഒരു വലിയ സംഗ്രഹത്തെ ഈ ഒറ്റ ശ്ലോകത്തിൽ കൊണ്ടുവന്നു. ആ ഒരു ശ്ലോകത്തിന്റെ മഹാത്മ്യത അത് മാത്രം നമുക്കൊന്ന് ചൊല്ലിയാലും ഇതിന്റെ ആശയത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ എല്ലാം സൃഷ്ടിച്ച് എല്ലാത്തിനും പ്രവേശിച്ചിട്ട് എന്താണ് ഈ ലോകത്തിന്റെ ഈ ഒരു ഉപാദാന കാരണമായിട്ട് താൻ ഭവിച്ചു ഈ ലോകത്തിന് എന്ന് മാത്രമല്ല, പ്രകൃതി പുരുഷന്മാരെന്ന് പറയുന്ന നിമിത്ത കാരണവും താൻ തന്നെ ഭവിച്ചു. ഉപാദാന കാരണവും നിമിത്ത കാരണവും ഒരാൾ തന്നെ ആവാറില്ല. പക്ഷെ ഇവിടെ ഇത് രണ്ടും താൻ തന്നെയായി. നിമിത്ത കാരണം, ഇപ്പൊ കുടമുണ്ടാക്കാൻ നിമിത്ത കാരണം കുശവനാണ്. ഉപാദാന കാരണങ്ങൾ എന്താണ്? മണ്ണ് കുഴയ്ക്കാൻ ഉപയോഗിച്ച യന്ത്രം, അതിന്റെ വണ്ടി, വെള്ളം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. ഇവിടെ പക്ഷെ നിമിത്ത കാരണം ഉപാദാന കാരണം ഒന്ന് തന്നെ ആയെങ്കിലല്ലേ പറ്റത്തുള്ളൂ. ആയെങ്കിലല്ലേ പറ്റുള്ളൂ. അത് രണ്ടും താൻ തന്നെയായി. ഇത് ലോകത്തിൽ സംഭവിക്കാത്ത ഒരു സംഭവമാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. കാരണം ബാക്കിയുള്ളതല്ല ഇതിൽ നിന്നും എന്താ പറയുക, ഇതിൽ നിന്നും വേർപെട്ട് നിൽക്കുന്ന സൃഷ്ടിയിൽ കാണുന്നതാണ്. ഇതല്ല, എല്ലാത്തിനും നിധാനമായിട്ടുള്ളതായതുകൊണ്ട് പിന്നെ അതിൽ നിന്നും പ്രത്യേകിച്ച് വേറെ ഒന്നില്ലല്ലോ. അപ്പൊ ഉപാദാന കാരണവും നിമിത്ത കാരണവും ഒന്ന് തന്നെ. ഈ ലോകത്തെ സൃഷ്ടിച്ച് താൻ തന്നെ അതിൽ പ്രവേശിച്ചു. താൻ തന്നെ ജീവരൂപേണ അതിൽ പ്രവേശിച്ചു. അങ്ങനെ പ്രവേശിപ്പിക്കപ്പെട്ട ശരീരങ്ങൾക്ക് അന്നാദികൾ നൽകി അവരെ നിലനിർത്തി സംരക്ഷിച്ചു. അവർക്ക് ഗുരുപദേശം കൊണ്ട് വേണ്ട വിധത്തിലുള്ള ജ്ഞാനങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. ജനവർണ്ണ ക്ലേശങ്ങൾക്ക് കാരണമായ മായയെ ഉപേക്ഷിച്ചിട്ട് ജീവൻ മുക്തനായി ഭവിപ്പിച്ച് ഉറങ്ങിക്കിടക്കുന്ന ദേഹത്തെ മറക്കുന്നത് പോലെ പക്ഷികൾ കൂടുവിട്ട് അന്തരീക്ഷത്തിലേക്ക് പറന്നു പോകുന്നവർ. ഈ കൂട് പക്ഷിക്ക് എന്താണ്, ഒന്ന് മുട്ട വിരിഞ്ഞ് വന്ന് നടന്ന് ചിറക് മുളയ്ക്കാൻ വേണ്ടി മാത്രമുള്ള ഇത് ഉപകരണമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ പക്ഷി കൂട് വിട്ടുപോകും. പിന്നെ പക്ഷിക്ക് ഇപ്പോഴും ബന്ധമില്ല. അതുപോലെ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നവനെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന സമയത്തിലും തനിക്ക് ദേഹവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ പൂർണ്ണാനന്ദ സ്വരൂപനായിരിക്കുന്ന ആ സ്വരൂപ അവസ്ഥാനം കൊണ്ട് അജ്ഞാനബന്ധത്തെ മുഴുവനും കഴുകിക്കളഞ്ഞവനായിരിക്കുന്ന ആ ഹരിയെ എല്ലാ ജനങ്ങളും എല്ലായ്പ്പോഴും ഹൃദയകമലത്തിൽ ധ്യാനിക്കണം. സ്പഷ്ടം. ധ്യായേത് അജസ്രം ഹരി. ഇതാണ് എന്തുകൊണ്ടാണ് ഹരിയെ ധ്യാനിക്കേണ്ടത് എന്നുള്ളതിന് നിമിത്ത കാരണവും ഉപാദാന കാരണവുമായിരിക്കുന്നത് ഹരിയാണ്. ഓരോ ജീവാത്മാക്കളിലും പ്രവേശിച്ചിട്ട് അവർക്ക് ജീവൻ കൊടുത്ത്, അന്നം കൊടുത്ത്, പ്രാണൻ കൊടുത്ത് അവരെ വളർത്തി
വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അവരെ അവസാന ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുക. എന്ത് കഷ്ടതകളാണ് വാസ്തവത്തിൽ നമ്മളെ കൊണ്ട് ഈശ്വരൻ സഹിച്ചത്. ഇതെല്ലാം ജയിച്ച് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക. ഇതാണ് ശ്രീഹരി. ഈ ശ്രീഹരിയല്ല ആരെയാ നമസ്കരിക്കാൻ? കാരണം ഇതുവരെയും അങ്ങനെ ഭജിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു വരികയല്ലായിരുന്നു ഈ 10 ദശകം. അതെ അതെ അതെ. ഇപ്പോഴാണ് കൺക്ലൂഷനിലേക്ക് എത്തി. അതിന്റെ കാരണം എന്തുകൊണ്ട് ഭജിക്കണമെന്നുള്ളത് കാര്യകാരണ സഹിതം അതെ സംഗ്രഹിച്ചു പറഞ്ഞു. അതെ, നമുക്ക് ഓരോ ദിവസവും പ്രാണനെ തരുന്നു, അന്നം തരുന്നു, അന്തിമം വരെ ജീവൻ നിലനിർത്തുന്നു, എല്ലാം തന്ന് സംരക്ഷിച്ച് വേണ്ട ഉപദേശങ്ങളും ഇടയ്ക്കിടയ്ക്ക് തരും. ഇതെല്ലാം തന്നിട്ട് നമ്മൾ ലക്ഷ്യത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്നവനായ ആ സാക്ഷാത്കാരി. സനാതനധർമ്മത്തെ നിഷേധിച്ച് പറയുന്നവരൊക്കെ എന്താ സനാതനം അറിയാൻ മേല, ധർമ്മം അറിയാൻ മേല, ഈ പുസ്തകം കൈ കൊടുത്ത് 10 പ്രാവശ്യം വായിച്ചതിന് വേണ്ടിയെന്ന് ഞാൻ വിചാരിച്ചു. ഭാഗവതത്തിന്റെ ഇല്ല, വർണ്ണം പോലും പ്രപഞ്ച സത്യത്തിലേക്ക് എത്താനുള്ള മാർഗമാണ് ഇവിടെ. അത്രേ ഉള്ളു. ജാതിയില്ല, വർണ്ണമില്ല, ഒന്നുമില്ല. അതിപ്പോ ജാതിയാണെന്ന് പറഞ്ഞ എന്തോ ചെയ്യാം, വിവരക്കേട്. അത്രേ ഉള്ളു. നല്ല സുധീരം പഠിച്ചാൽ മതി, വേറെ ഒന്നും പഠിക്കാം. അതെ അതെ. സനാതന പറ്റി എന്ന് വായിച്ചറിയാം എന്താണ് സനാതനം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ. ഇതൊന്നും കാണുവോ കേൾക്കുവോ ഒന്നുമില്ല, ഒന്നും ചെയ്യാതെ ചുമ്മാ വായിത്തൊന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഇതൊക്കെയാണ് സ്ഥാപിച്ചു വെച്ചാൽ അറിയാതെങ്കിൽ പറയാതിരിക്കണം, അല്ലെങ്കിൽ പഠിച്ചിട്ട് പറയണം. ഭാരതത്തിന്റെ ദുര്യോഗം അവിടെയാണ്. പണ്ടുള്ള ഭരണാധികാരികൾ ഇതൊക്കെ പഠിച്ചിട്ടാണ് ഭരണം കൈയേറ്റത്. സാറ് മഠത്തിലെ ഗുരുദേവ കൃതി പഠിപ്പിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ അകത്തുള്ള ഒരു വരി, അഖിലർക്കും അതിങ്ങനെ തന്നെ മതം സുഖസാധ്യം ഇതെന്ന സുഖാദികളും പകരുന്ന പരമ്പരയായി പലതും ഭഗവാനുടെ മായയാകോ വലുതേന്ന്. ഇത് ഓരോ കൃതിയിലും ഗുരുദേവൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താ സനാതന ധർമ്മം? ഗുരുദേവന്റെ ഒരു കൃതി പഠിച്ചാൽ കിട്ടും. പഠിക്കാത്ത ഒരാൾ എന്താണ് ഇതെന്ന് അറിയാതെ. എല്ലാ കൃതികളും സനാതന ധർമ്മത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ അല്ലേ? പിന്നെ ഒരു ദേവീ ദേവന്മാരെ സ്തുതിക്കുമ്പോഴും അദ്ദേഹം എത്തിച്ചേരുന്നത് ഈ ബ്രഹ്മത്തിൽ മാത്രമാണ്. അതെ, കാരണം ബാഹ്യ വർണ്ണന ഉണ്ടെങ്കിലും ഇവിടെ കൊണ്ട് കണക്ട് ചെയ്യും. ഇതാണ് സനാതന ധർമ്മം എന്ന് അദ്ദേഹം നല്ല ഉറപ്പുണ്ട്. ഇതില് ഒരു പുസ്തകത്തിലെ ഒരു വരി പോലും പഠിക്കാതെ കണ്ട് നാരായണ ഗുരുദേവനെ കുറിച്ച് ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ പുറപ്പെട്ട എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ടത് സപ്പോർട്ട് ചെയ്യാനായിട്ട് അതെ അതെ, അതിന് കുറെ ആൾക്കാർ കൂടി കാലത്തിന് ഗതി എങ്ങനെയും സനാതന ധർമ്മത്തെ ഈഴ്ത്തി കാണിക്കുക എന്നുള്ള അത് ഇതല്ല എന്ന്. ഇതാരാ മനസ്സിലാക്കുന്നത്? ഇങ്ങനെയുള്ള കുറച്ച് രാഷ്ട്രീയക്കാരല്ല. നമുക്കറിയാം എന്തായാലും നമ്മളെപ്പോലെ കുറെ പേര് കൂടെ ഉണ്ടല്ലോ. അല്ല, ശരിക്കും പറഞ്ഞാൽ അറിയില്ലേ, ബ്രിട്ടീഷുകാർ ചെയ്തതിനേക്കാൾ, അതായത് അവര് ചെയ്തു വെച്ചത് പിൽക്കാലത്ത് നമ്മുടെ ആൾക്കാർ തന്നെ അതിനെ കുറെ കൂടെ ശക്തിമത്തായിട്ട് ഇപ്പൊ അത് എടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. കാരണം അവര് പോയത് കൊണ്ട് അത് അവിടെ നിന്നില്ല. അതിനെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിച്ച് ഇന്ന് കുറെ കൂടെ ശക്തമായിട്ട് അങ്ങനെ ചെയ്യാനാണ്. ഇതൊക്കെ കലിയുഗത്തിന്റെ കാലത്തിന്റെ ഒരു പ്രകൃതി ആവാം. നാശത്തിലേക്ക് പോകണമെങ്കിൽ ഇതൊക്കെ പറഞ്ഞല്ലേ നശിക്കുള്ളൂ. അതെ. യോപ്യോത്പ്രേക്ഷക ആദിമധ്യനിധനേയോ വ്യക്തജീവേശ്വരോ അഫൃഷ്വേദമനുപ്രവിശ ഋഷിണാചക്രേ പുരഃശാസ്തിതാഹം യം സംബദ്ധ്യ ജഹാത്യജാമനുഷൈ ഫുക്തകുലായം യഥാ തം കൈവല്യനിരസ്തയോനിമഭയം ധ്യായേതജഫ്രം ഹരിം. യോപ്യോത്പ്രേക്ഷക ആദിമധ്യനിധനേയോ വ്യക്തജീവേശ്വരോ യഫൃഷ്വേദമനുപ്രവിശ്യ കൃഷ്ണാചക്രേ പുരഃശാസ്തിതാ യം സംബദ്ധ്യ ജഹാത്യജാമനുഷൈ ഫുക്തകുലായം യഥാ തം കൈവല്യനിരസ്തയോനിമഭയം
ധ്യായേതജഫ്രം ഹരിം യോഫ്യോത്പ്രേക്ഷകാദിമധ്യനിധനേയോ വ്യക്തജീവേശ്വരോ യഫൃഷ്ട്വേദമനുപ്രവിശ്യ ഋഷിണാചക്രേ പുരശാസ്തിത യം സംബദ്ധ്യ ജഹത്യജാമനുഷൈ ഫുക്തകുലായം യഥാ തം കൈവല്യനിരസ്തയോനിമഭയം ധ്യായേതജഫ്രം ഹരിം. യായിക്ക് ശ്ലോകം കിട്ടും. അത് യാ യാ യാ. അതെ. ഇത് ഇല്ല. മൂന്ന് വരി യാ സൃഷ്ടിസ്ഥിതി അതുപോലെ തന്നെ അതിന് പകരം കൊടുക്കാവുന്ന മറ്റൊരു ശ്ലോകമുണ്ട്. അതെ. ആദ്യത്തെ ശ്ലോകം പോലെ. അപ്പൊ അങ്ങനെ ശ്രുതിയുടെ അധ്യായം സമാപിച്ച് നമുക്ക് അടുത്ത തുടങ്ങിയേക്കാം. 88-ാം അധ്യായം. 88, 89, 90 3 അധ്യായം കൂടെ ഉള്ളൂ. രാജോവാച ദേവാസുരമനുഷ്യേഷു യേ ഭജന്ത്യ ശിവം ശിവം പ്രായസ്തേ ധന്നോ ഭോജ നതു ലക്ഷ്മ്യാം പതിം ഹരിം. ദേവാസുരമനുഷ്യേഷു, ദേവന്മാരെ, അസുരന്മാരെ, മനുഷ്യർ, ഇവർ മൂവരും, ഇവരിൽ ഏ ചിലരെ ഭജന്തി ഭജിക്കുന്നു അശിവം ശിവം, അശിവനായ ശിവനെ ഭജിക്കുന്നു. അശിവൻ എന്ന് വെച്ചാൽ അമംഗളസ്വരൂപൻ എന്ന് തോന്നിക്കുന്ന ശിവനെ, അല്ലെങ്കിൽ സാംസാരികമായ ഭോഗങ്ങൾ ഇല്ലാത്തവനായ ശിവനെ. പരമശിവന് വിഷ്ണുവിനെ പോലെ രത്നക്കിരീടം, സ്വർണക്കിരീടം, സ്വർണമാലകൾ, തോൾവളകൾ ഒന്നുമില്ല. എല്ലാം പാമ്പാണ്. അതുപോലെ മഞ്ഞപ്പട്ടു വസ്ത്രമില്ല. ഇങ്ങനെ നോക്കിയാൽ ഭൗതികതകൾ തീരെ ഇല്ലാത്തവനാണ് ശിവൻ. ആ അർത്ഥത്തിലാണ് അശിവം എന്ന് ശിവനെ വിളിച്ചത്. അല്ലാതെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അമംഗളകരനായിട്ടുള്ള ശിവനെന്ന് തോന്നും. അതെങ്ങനെ പറയാൻ പറ്റും എന്ന്. അതുകൊണ്ടാണ് ഞാൻ വ്യാഖ്യാനം അത്രയും പറയേണ്ടി വന്നത്. അല്ലെങ്കിൽ ഈ ആശയം, കാരണം ഭൗതികമായ ഒരു സുഖഭോഗങ്ങളും ശിവനില്ല. പക്ഷെ വിഷ്ണുവിനെ സംബന്ധിച്ച് ഇതെല്ലാം ഉണ്ട് കൂടെ. അപ്പം അശിവം ശിവം, അശിവനായ ശിവനെ ഭജന്തി, ചിലര് ഭജിക്കുന്നുണ്ട്. അപ്പൊ എല്ലാത്തിൽ നിന്നും വിരക്തി പ്രാപിച്ചവനായ ശിവൻ, കൈലാസത്തിൽ സദാ ധ്യാന നിമഗ്നായിരിക്കുന്ന ശിവൻ, ഭൗതിക ലോകത്തിന്റെ എല്ലാ അവസ്ഥകളിൽ നിന്നും വിരക്തി നേടി എല്ലാ അനുഭവങ്ങളിലും മാറിയിരിക്കുന്ന ശിവനെ ഭജിച്ചിട്ട് അവരെ പ്രായസ്ഥ, അവരിൽ മിക്കവാറും പേര്, എല്ലാവരും ഇല്ല, ചിലര് ധനിനോ, ചിലരെ ധനികളാകുന്നു, ധനവാന്മാരാകുന്നു. ഭോജാഹ, സുഖഭോഗമുള്ളവരാണ്. ഭോജാഹ എന്നുള്ളതിന് ഭോക്തന്മാർ എന്നുള്ള അർത്ഥം. ഭാഗവതത്തിൽ പല വാക്കിന്റെ അർത്ഥത്തിലേക്ക് പോകാൻ നമുക്ക് അർത്ഥം തോന്നും. ഭോജാഹ, ഭോജന്മാർ എന്നല്ല, ഭോക്തന്മാർ, സുഖഭോഗമുള്ളവരുമാണ്. കാരണം പരമശിവനെ തപസ് ചെയ്തിട്ട് എന്തെന്ത് ഭൗതിക സുഖ അനുഭൂതികൾ ആൾക്കാർ നേടുന്നു. ഇത് ശരിയാണോ? ഇങ്ങനെയുള്ള ശിവനെ തപസ് ചെയ്താൽ വിരക്തിക്ക് ശേഷമുള്ള കൈവല്യം മാത്രമല്ലേ കിട്ടേണ്ടു. പക്ഷെ ഇങ്ങനെയുള്ള ശിവനെ തപസ് ചെയ്തിട്ട് ഭൗതിക സുഖഭോഗങ്ങൾ ആൾക്കാർ നേടുന്നില്ലേ? ദേവന്മാരും അസുരന്മാരും മനുഷ്യരും. ഭജന്തി അശിവം ശിവം പ്രായസ്തേ ധനിനോ ഭോജ നതു ലക്ഷ്മ്യാപതിം ഹരി. ലക്ഷ്മീപതിയായ ഹരിയെ ഭജിക്കുന്നവര് ഈ ഭോഗങ്ങളല്ലല്ലോ നേടുന്നത്. ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു?
ഇതൊരു വൈപരീത്യം അല്ലയോ സാറേ? അതെ, ഈ വൈപരീത്യം എന്തുകൊണ്ടാകുന്ന ഒരു ചോദ്യം ചോദിച്ചാണ് ഈ സർവൈശ്വര്യങ്ങളും ഇരിക്കുന്ന ലക്ഷ്മി ദേവിയോട് ചേർന്നവനായ ഭഗവാനെ ഭജിച്ചാൽ ദരിദ്രനാകുക. ഏ ആ. Yes. ഒന്നുമില്ലാത്തവനെ ഭജിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെ സംഭവിക്കുന്നതാണ് ചോദ്യം. രസകരമായ ചോദ്യങ്ങളാണ്, പക്ഷെ ഇത് മനസ്സിലാവണ്ടേ. ഇതെന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് പരീക്ഷത്ത് ചോദിക്കാൻ നമുക്ക് ഇത്രയൊക്കെ ചോദിക്കാൻ പരീക്ഷത്ത് പര്യാപ്തനായി, പാകപ്പെട്ടു. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ഇനി ഇതാണ് പരീക്ഷത്തിന് ഗഹനമായ നല്ലൊരു ചോദ്യം, നമുക്ക് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. നമ്മൾ ഇങ്ങനെ ചിന്തിക്കാറില്ല ഇത്രയും. ഇത് കേൾക്കുമ്പോ അറിയാം ശരിയാണല്ലോ ഇത് എന്ന്. ദേവന്മാര് അസുരന്മാര് മനുഷ്യര് തന്നെയല്ല, ദേവന്മാര് പോലും 3 പേര് എങ്ങനെയല്ലേ? അസുരന്മാരൊക്കെ ശിവനെ തപസ് ചെയ്ത് എന്തൊക്കെയാ നേടുക? ശരിയല്ലേ? അസുരന്മാരും കൂടുതൽ ശിവനെ അല്ലയോ? ശിവഭക്തന്മാരാണല്ലോ. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ദേവാസുര മനുഷ്യേഷു ഏ ഭജന്ത ശിവം ശിവം പ്രായസ്തേ ധനിനോ ഭോജ ലക്ഷ്മ്യാ പതിം ഹരിം. ദേവാസുര മനുഷ്യേഷു ഏ ഭജന്ത ശിവം ശിവം പ്രായസ്തേ ധനിനോ ഭോജ ലക്ഷ്മ്യാ പതിം ഹരിം. ഏതദ്വേദിതുമിച്ഛാമ സന്ദേഹോത്ര മഹാൻഹിന വിരുദ്ധശീലയോ പ്രഭോർ വിരുദ്ധാ ഭജതം ഗതി. ഏതത് വേദിതും ഇച്ഛാമ, ഇതറിയുവാൻ ആഗ്രഹിക്കുന്നു. ഏതത് വേദിതും ഇച്ഛാമ, ഇത് അറിയുവാൻ ആഗ്രഹിക്കുന്നു. സന്ദേഹോത്ര മഹാൻഹിന, ഞങ്ങൾക്ക് വലിയ സംശയമാണിത്. മഹാൻ സന്ദേഹോത്ര ഞങ്ങൾക്ക്. എന്താ കാരണം? വിരുദ്ധശീലയോഹ പ്രഭോഹോ, വിരുദ്ധശീലന്മാരായ ഈ 2 പ്രഭുക്കളെ ഭജതാം, ഭജിക്കുന്നവരുടെ ഗതിഹി വിരുദ്ധ, അവരുടെ ഗതിയും വിരുദ്ധങ്ങളാണ്. ഇത് എന്തുകൊണ്ടാണ്? ശിവനും വിഷ്ണുവും ഈശ്വരന്മാർ തന്നെയാണ്, സംശയമൊന്നുമില്ല ആർക്കും. വിഷ്ണു സർവ മംഗളഭോഗങ്ങളോട് കൂടിയവനാണ്. ശിവൻ എല്ലാ ഭോഗങ്ങളും ഉപേക്ഷിച്ചിരിക്കുന്ന ദേവനുമാണ്. ഇതാണ് വിരുദ്ധശീലയോഹ പ്രഭോ, വിരുദ്ധശീലന്മാരായ ഈ പ്രഭുക്കൾ. അതുകൊണ്ട് ഇവർ അന്യോന്യം വിരുദ്ധ സ്വഭാവമുള്ളവരാണ്. വിഷ്ണുവിനെ ഭജിക്കുന്നവർക്ക് എല്ലാ ഭോഗസമൃദ്ധിയും, ശിവനെ ഭജിക്കുന്നവർക്ക് ഭോഗഹാനിയുമാണ് ഉണ്ടാവേണ്ടത്. അതാണ് യുക്തം. പക്ഷെ അനുഭവം അങ്ങനെയല്ല, മറിച്ച. എന്താ അങ്ങനെ വരാൻ കാരണം? ഇത് ഞങ്ങൾക്ക് വലിയ സംശയമുണ്ട്. അതുകൊണ്ട് ഈ സംശയത്തെക്കുറിച്ച് ഒന്ന് തീർത്തു തന്നാൽ കൊള്ളാം എന്ന് പരീക്ഷത്ത് ശുഗപർഷിയോട് ചോദിക്കും. ഏതത് വേദിതുമിച്ഛാമ സന്ദേഹോത്ര മഹൻഹിന വിരുദ്ധശീലയോ പ്രഭോ വിരുദ്ധാ ഭജതം ഗതി. ഏതത് വേദിതുമിച്ഛാമ സന്ദേഹോത്ര മഹൻഹിന വിരുദ്ധശീലയോ പ്രഭോ വിരുദ്ധാ ഭജതം ഗതി. ശ്രീ ശുഭവാനം. നമുക്ക് ഇങ്ങനെ ഭാഗവതത്തിലെ ഈ ഭാഗങ്ങളെല്ലാം നന്നായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആരേത് ചോദ്യം ചോദിച്ചാൽ, അതായത് മറ്റുള്ളവർ കളിയാക്കി ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ, ഇതൊക്കെ ഭാഗവതത്തിലുണ്ടെന്ന് പഠിച്ചു വരുമ്പോഴേ അറിയുന്നുള്ളൂ. അല്ല ഒന്നും അറിയത്തില്ലല്ലോ. വേറെ ആർക്കും ചോദിക്കാൻ പോലും കഴിയാത്ത ചോദ്യങ്ങള് ചോദിച്ചതിന് ഉത്തരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. അതെ, ചോദ്യം ഉത്തരവും അതുപോലെ തന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് അറിയേണ്ടതൊക്കെ. വാസ്തവത്തിൽ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് നിത്യേന അറിയേണ്ട എത്രയോ കാര്യങ്ങളാണ് ഭംഗിയായിട്ട് ഇതിനകത്ത് വ്യാഖ്യാനം ചെയ്യുന്നത്. പക്ഷെ ഒന്നും ആരും അറിയാറില്ല, വെറുതെ ഇങ്ങനെ വായിച്ചു പോകുന്നു. ഭാഗവതം എന്ന് വെച്ചാൽ 3-4 കഥ മാത്രമേ ഉള്ളൂ എന്നേ അറിയുള്ളൂ, ബാക്കിയൊന്നും. ഇതൊക്കെ എന്ത് ഗഹനമായ നല്ല ചോദ്യങ്ങളാണ്. ഇന്നത്തെ കുട്ടികൾ നമ്മൾ ചോദിക്കുന്ന കുറെ ചോദ്യം എന്ന് തന്നെയല്ലേ, എല്ലാ കളിയാക്കിയും അല്ലാതെ ഒക്കെ ചോദിക്കുന്നത്. അതെ അതെ. ഇപ്പൊ സുഖേന മറുപടി 3-4-5 ശ്ലോകമുണ്ട്, നമുക്കൊന്ന് തുടങ്ങി വെക്കാം. ശ്രീ ശുഗവാച ശിവശക്തിയുതശ്രുത്രിലിംഗോ ഗുണസമൃതാം വൈകാരികസ്തൈജഫസ്തൈജഫം ധൃതാം
ശിവശക്തിയായുക്തോ എന്ന് ശങ്കരാചാര്യ സ്വാമികൾ തന്റെ സൗന്ദര്യലഹരി സ്തുതിക്കാൻ തുടങ്ങിയത് ഈ ശ്ലോകം കണ്ടുകൊണ്ട് തന്നെയായിരിക്കണം. ഇതിവിടെ ഉണ്ടല്ലോ. അതെ, ശിവശക്തിയായുക്ത. ശക്തിയുത, അത് അതിനല്പം മാറ്റം വരുത്തി, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടുന്നാണ് ഇദ്ദേഹത്തിന് അത് കിട്ടിയെന്നുള്ളത് ഉറപ്പായി, ഭാഗവതത്തിൽ നിന്നാണ്. പറയുന്നത് ശരിയാ, എല്ലാം വ്യാസന്റെ ഉച്ഛിഷ്ടം തന്നെയാണ്. ഉച്ഛിഷ്ടം ജഗൽ സർവ്വം എന്നുള്ളത് ശരിയാണ്. വ്യാസൻ ആ പഠിച്ചതെല്ലാം അതുപോലെ പിന്നീട് വന്നവർ പലർക്കും ഉപയോഗിക്കാൻ കാരണമായിട്ടുണ്ട്. ഇത് കാണുമ്പോഴാണ് നമ്മളത് അതെ, അങ്ങനെ തന്നെ. ശിവ ശക്തിയുത ശശ്വത് ത്രിലിംഗോ ഗുണസംവൃത വൈകാരിക താമസേഹം ഇതി അഹം ത്രിധ. ശിവൻ ശക്തിയുതനായി, ശശ്വത് എല്ലായ്പ്പോഴും ഈ ശിവൻ ശക്തിയുതനാണ്. ത്രിലിംഗ 3 ഗുണങ്ങളെന്ന അടയാളങ്ങളോട് കൂടിയവനാണ് ത്രിലിംഗൻ. ഗുണസംവൃത, ഗുണങ്ങളാൽ ചുറ്റപ്പെട്ടവനുമാണ്. അതുകൊണ്ട് അഹം ത്രിധ, ഞാൻ എന്ന ഭാവത്തെ 3ആയിട്ട് ഇവിടെ തിരിയുന്നു. വൈകാരികം, തൈജസം, താമസം എന്നിങ്ങനെ 3 വിധത്തിലാണ് ഈ ഗുണങ്ങളുടെ അനുഭവം. സത്വഗുണത്തിന്റെയും രജോ ഗുണത്തിന്റെയും. കാരണം ഈ പരമശിവൻ ഇതാൽ ചുറ്റപ്പെട്ടവനാണ്, ഇതാൽ വ്യാപരിക്കപ്പെട്ടവനാണ് പരമശിവൻ. ശക്തിയോട് യുതനാണ്, എല്ലായ്പ്പോഴും ചേർന്നിരിക്കുന്നവനാണ്. അപ്പം എല്ലായ്പ്പോഴും നിരന്തരമായ ശിവത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. മംഗളസ്വരൂപമായ ആനന്ദത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെയാണ് ശിവൻ എന്ന് ശിവശബ്ദം കൊണ്ട് തന്നെ കിട്ടും. താൻ നിരന്തരമായും പരമാനന്ദത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശിവനാണ്. പക്ഷെ തനിക്ക് പ്രകൃതിയോട് ചേർന്നേ പറ്റുകയുള്ളൂ. ശക്തിയോട് യുക്തനായിട്ട് മാത്രമേ തനിക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ശക്തിയോട് ചേർന്നാൽ 3 ലക്ഷണങ്ങൾ അപ്പം ഉണ്ടാവും. ശക്തിക്കാണ് 3 ലക്ഷണം, 3 ഗുണങ്ങൾ. ഈ ത്രിഗുണങ്ങൾ ശക്തിക്കുണ്ട്. ശിവൻ ശക്തിയുതനായതുകൊണ്ട് ഈ ശിവനിൽ ഈ 3 ലക്ഷണങ്ങളും ഒരുപോലെ കാണപ്പെടും. ഈ പ്രകൃതി ഗുണങ്ങളാൽ ചുറ്റപ്പെട്ടവനാണ് പരമശിവൻ. സത്വം, രജസ്, തമസ് എന്നുള്ള ആ 3 ഗുണങ്ങൾ, ആ 3 ഗുണങ്ങൾ അഹങ്കാരത്തെ ബേസ് ചെയ്തേ നിലനിൽക്കാൻ പറ്റുള്ളൂ. അഹം എന്നുള്ളത് തന്നെ 3 അവസ്ഥയാണ്, സാത്വിക, രാജസ, താമസങ്ങൾ. അതുകൊണ്ട് 3 വിധ ഗുണങ്ങളെ അധിവസിക്കുന്ന ശിവനും 3 വിധമായിരിക്കുന്ന ദേവൻ തന്നെയാണ്. തന്റെ വിഭൂതികൾ സത്വഗുണങ്ങൾ കൊണ്ടും ഗുണഭേദം കൊണ്ട് ഈ വിഭൂതിക്ക് ഭേദം ഉണ്ടാവുകയും ചെയ്യും. ഭജിക്കുന്നവരുടെ ഗുണഭേദങ്ങൾ വിഭൂതികളുടെ ഭേദങ്ങൾക്ക് കാരണമാണ്. സത്വഗുണത്തോടു കൂടിയാണ് ശിവനെ ഭജിക്കുന്നതെങ്കിൽ അത് തന്നെ കിട്ടും. രജോ ഗുണത്തോടു കൂടിയാണ് ശിവനെ ഭജിക്കുന്നതെങ്കിൽ അത് തന്നെ കിട്ടും. തമോ ഗുണത്തോടു കൂടിയാണ് ശിവനെ ഭജിക്കുന്നതെങ്കിൽ അതും ലഭിക്കും. അത് ഭജിക്കുന്നവരുടെ ഭജനയുടെ പന്ഥാവനുസരിച്ചിട്ട്, കാരണം പരമശിവന്റെ ഇത് 3 ഉണ്ട്. എന്താണ്? ശിവശക്തിയുതനായതുകൊണ്ട്. ശക്തിയുതനായതുകൊണ്ട് ത്രിഗുണങ്ങളാൽ ബന്ധിതനാണ് പരമശിവൻ, ത്രിഗുണങ്ങളാൽ ചുറ്റപ്പെട്ടവനുമാണ്. അതുകൊണ്ട് നിർഗുണനുമാണെന്നുള്ള അറിവോടുകൂടിയാണ് ശിവനെ ഭജിക്കുന്നതെങ്കിൽ അവർക്ക് ജ്ഞാനവും മോക്ഷവും ഒക്കെ ലഭിക്കും. ഏറ്റവും പരമസാത്വികനാണ് എന്നുള്ള സങ്കല്പത്തോടെയാണ് ശിവനെ ഭജിക്കുന്നതെങ്കിൽ അവർക്ക് ഈ ജ്ഞാനവും മോക്ഷവും കിട്ടും. ഇനിയല്ല, രജോ ഗുണം കൊണ്ടാണ് എന്നാണെങ്കിൽ ഭൗതികമായ സുഖഭോഗങ്ങൾ ധാരാളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ പരമശിവൻ എപ്പോഴും കേവലനായ കൈവല്യ സ്വരൂപനായ ഒരു ശിവൻ മാത്രമല്ല, ആ ശിവൻ ശക്തിയെ സ്വീകരിച്ചിരിക്കുന്നു. ശക്തിയുതനായിട്ട് മാത്രമാണ് ശിവൻ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത്.
അങ്ങനെ ശക്തിയോട് ചേർന്നാൽ ഗുണങ്ങൾ മൂന്നും ഉണ്ടാകുക തന്നെ. ഗുണങ്ങൾ മൂന്നും ഉണ്ടായാൽ ആ 3 ഗുണങ്ങളോട് കൂടി ഇരിക്കുന്ന ശിവനെ ആര് ഏത് ഗുണത്തിൽ ഭജിക്കുന്നുവോ ആ ഗുണത്തിന്റെ അനുഭവമാണ് അവർക്കുണ്ടാകുന്നത്. അതുകൊണ്ടാണ് പരമശിവനെ ഭജിക്കുന്ന ചിലർക്ക് മോക്ഷവും, ചിലർക്ക് ഭാഗ്യവും, ചിലർക്ക് ധനവും, ചിലർക്ക് സമ്പത്തും, ചിലർക്ക് ശത്രുക്കളെ ജയിക്കാനുള്ള കഴിവും, ചിലർക്ക് യുദ്ധവീര്യവും, ഇങ്ങനെയൊക്കെ ഈ 3 ഗുണങ്ങളുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ്. എന്ത് ഉള്ളിൽ വെച്ചുകൊണ്ട് ഭജിക്കുന്നുവോ അതിന് തക്ക ഫലമാണ് അവർക്ക് കിട്ടുന്നത്. അത് ഈ പരമശിവന്റെ ദോഷം കൊണ്ട് മാത്രമല്ല, ഭജിക്കുന്നവരുടെ ദോഷം കൊണ്ടാണ്. പക്ഷെ പരമശിവന്റെ ഇത് 3 ഉണ്ട് എന്നുള്ളത് സത്യം. അതുകൊണ്ടാണ് ശിവ ശക്തിയുത ശശ്വത്രലിംഗോ ഗുണസമൃദ്ധ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരത്വം ഇത് 3ഉം മഹേശ്വരനിൽ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. മഹേശ്വരൻ തന്നെ 3 ഗുണങ്ങളോട് കൂടിയവനാണ്. സാത്വിക, രാജസ, താമസ ഗുണങ്ങൾ. അതുകൊണ്ടാണ് ശിവശക്തിയുതനായിട്ട് മാറുന്നത്. അസ്മാരീശ്വരനായിട്ട് ശിവനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുള്ളൂ. വിഷ്ണുവിന് അതില്ല. വിഷ്ണു ഈ ഗുണങ്ങൾക്ക് അതീതനാണ്. ഗുണാതീതനായതുകൊണ്ട് വിഷ്ണുവിനെ ഭജിച്ചാൽ എന്തേ കിട്ടുള്ളൂ? മോക്ഷമേ കിട്ടുള്ളൂ. ഒറ്റ ശ്ലോകത്തിൽ എത്ര ഭംഗിയായിട്ട് ഇനി വിസ്തരിച്ച് പറയുന്നുണ്ട്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. കാരണം എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ് ഇവിടെ ഉന്നയിച്ചത് ശിവനോട്. അപ്പൊ അതിന്റെ മറുപടി സാറേ, അത് ശക്തിയുടെ ശക്തിയാണെന്നും വേണമെങ്കിൽ വാദിക്കാമല്ലോ. സാറിന്റെ നെറ്റ് പോയെന്ന് തോന്നുന്നു. പോയോ? സാറിനോട് ഞാനങ്ങ് ചോദിക്കേ. എന്നോടോ? ശക്തി ശക്തി അതിന്റെ പറഞ്ഞു വന്നേ, ശക്തിയുക്തനായിട്ട് ദേവിയുടെ മഹാശക്തി കൊണ്ട് ആവാമല്ലോ. ശക്തിയുക്തനായതുകൊണ്ടാണ് ഈ 3 ഗുണങ്ങൾക്കും ഇത്രയും എന്താ പറഞ്ഞ ഈ 3 ഗുണങ്ങളും ശിവനിൽ ഇത്ര പ്രകടമായിട്ട് കാണുന്നതെന്ന് വേണം ധരിക്കാൻ. ഇന്ത്യ സാർ വന്നു. സാർ പോയി. സാറിന്റെ നെറ്റ് പോയെന്ന് തോന്നുന്നു. സാർ ലെഫ്റ്റായി. അതല്ലേ ശങ്കരാചാര്യം പറഞ്ഞിരിക്കുന്ന അങ്ങനെ തന്നെ ആണല്ലോ, ഇല്ലേ? പെട്ടെന്ന് എന്താണ് കണക്ഷൻ പോയി. അതിന്റെ ഇത് ഞാൻ മൊബൈലിൽ കയറുക. നമുക്ക് പെർഫോമൻസ് നെറ്റിന്റെ കാരണം ഇപ്പൊ ഈ നെറ്റിന്റെ റേഞ്ചിന്റെ പ്രശ്നം ഇപ്പം അതെ, ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക പെട്ടെന്ന് പോയി. സാറിന്റെ വീഡിയോ ഫ്രീസ് ആയിരുന്നു ഒരു ചില നേരത്തേക്ക്. അതെ അതെ, അതായിരുന്നു കാരണം. അന്നേരം എനിക്ക് ശാന്തമ്മ ടീച്ചർ ചോദിക്കുമായിരുന്നു, അപ്പം ശിവൻ ശക്തിയുക്തനായതുകൊണ്ടാണോ ഈ 3 ഗുണങ്ങളും ഇത്ര പ്രകടമായിട്ട്? തീർച്ചയായിട്ടും. ശിവശക്തിയുത ശശ്വത്രലിംഗോ ഗുണസമൃദ്ധ. ആദ്യത്തെ വരി അത് തന്നെയാണല്ലോ. എപ്പോഴും ശക്തിയോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് ത്രിലിംഗനാണ്, ഗുണസമൃദ്ധനുമാണ്. അതായത് പ്രകൃതി പുരുഷത്വം ശിവനിൽ അങ്ങനെ എന്താ പറയുന്നത്, അതിന്റെ പൂർണ്ണതയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നല്ലേ? അതെ. അതുകൊണ്ട് ശിവനെ ഭജിക്കുന്നവർക്ക് പ്രാകൃതികങ്ങളായ എല്ലാം ഈ 3 ഗുണത്തിൽ അധിഷ്ഠിതമായതൊക്കെ അവർക്ക് കിട്ടും. അതുകൊണ്ടാണ് അത് ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത്. ശങ്കരാചാര്യർ ആ ഒറ്റ ശ്ലോകത്തിൽ തന്നെ ഇത് പറഞ്ഞിട്ടുള്ള സാറേ, ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതും നഗേ ദേവം ദേവോ നകുശലു സ്പന്ദിതുമപി സ്വാം ആരാധ്യം ഹരിഹര വിരിഞ്ചാതിവിരവി പ്രണന്തും പോലും വാ. ആ ഒരൊറ്റ ശ്ലോകത്തിൽ ഇത് കംപ്ലീറ്റ് വരുന്നുണ്ട്. അവൻ ചോദ്യത്തിന് മറുപടി ഒതുക്കി ഒറ്റ ശ്ലോകത്തിൽ പറഞ്ഞു. ഇനി വിശേഷിച്ച് പറയാൻ പോവാ. ഇത് കൊണ്ടാണ് എന്നുള്ളത്.
നമുക്ക് നാളെ ഇന്ന് ഉപസംഹരിക്കാം, നമ്മുടെ സമയമായത്. അതെ അതെ. ഈ നമ്മളെ മഠത്തിലെ തിങ്കളാഴ്ച മുതലുള്ള ഭാഗവത പാരായണത്തിന് നമ്മൾ ഇനി ഉപയോഗിക്കേണ്ടത് 4-ാം സ്കന്ധമാണ്. ഓർക്കുന്നു ആരേലും അതിൽ പങ്കെടുത്തവരാറുണ്ട്? സാറേ 3 തീർന്നില്ലെന്നാ തോന്നുന്നേ. 3 തീർത്തല്ലേ നിർത്തിയ? നമ്മൾ നിർത്തി വൈകിയാണെങ്കിൽ അന്ന് തീർത്തിട്ടേ നിർത്തി. എനിക്ക് 3 സംശയം. കുറച്ചുകൂടി ഉണ്ട്, അത് കഴിഞ്ഞ് 4 തുടങ്ങി. ആണോ? വരാഹാവതാരമൊക്കെ കഴിഞ്ഞു. പിന്നെ അല്ല, 3 തീർന്നു തന്നെ. 4ആണ് ഇനിയും തുടങ്ങേണ്ടതെന്ന് തോന്നുന്നു. ഇല്ല, സാഖ്യം ഒന്നും പറഞ്ഞില്ലായിരുന്നു, വായിച്ചില്ലായിരുന്നു സാറേ. ഏതാ സാഖ്യം 3-ലല്ലേ സാഖ്യം വരുന്നേ? അതെ അതെ, 3-ലെ അവസാന അധ്യായങ്ങളാണത്. വേറെ ആരോടും കൂടി ഒന്ന് ചോദിക്കാം, ഞാൻ ഇത്രയാ ഓർക്കുന്നേ. അതിൽ ഓർമ്മയുള്ളവരുണ്ടോ? എവിടെയാണ്? എന്റെ ഓർമ്മ 4 തുടങ്ങണം എന്നാണ്. എന്നോട് ചോദിക്കാൻ സാറേ ആരോടെങ്കിലും. ഉമ്മ പറഞ്ഞത് നമ്മൾ 4 പകുതി ആയി എന്നൊക്കെ പറഞ്ഞത്, അറിയില്ല. 5 ചിലപ്പോ തുടങ്ങും എന്നൊക്കെ പറയുന്ന കേട്ട്. 4 പകുതിയായി? 4 പകുതി ഒട്ടും ആയില്ല, 4 മുഴുവനായില്ല. 4 എടുത്ത് തുടങ്ങിയായിരുന്നോ? അതോ 4 കഴിഞ്ഞോ? ഇല്ലല്ലോ. ഇല്ല, 4 തുടങ്ങിയെന്നാണ് അന്ന് ഉമ്മ പറഞ്ഞത്. 4-ൽ അധികം ഇല്ലല്ലോ, 10 അധ്യായമല്ലോ. 4 10 അല്ലല്ലോ. ഞാൻ അവിടെ കോട്ടയത്ത് പോയിട്ട് നോക്കട്ടെ സാറേ, ഞാൻ അതിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ടോ? അതിൽ നോക്കിയിട്ട് പറഞ്ഞാൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എനിക്ക് ഓർക്കുന്നില്ല ഇപ്പൊ. നോക്കിയിട്ട് അന്ത ഡേറ്റ് ഇട്ട് വെച്ചേക്കുമ്പോൾ അറിയാം. നോക്കിയിട്ടെന്ന് പറഞ്ഞാൽ. ഓക്കെ സാർ, അവിടെ പോയിട്ട് ഞാൻ നാളെ പോകുന്നുണ്ട്. അപ്പൊ പറയാം. ഓ ശരി ശരി. അപ്പൊ ഇന്ന് ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം.